നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാര്യങ്ങളൊക്കെ കൈവിട്ടു പോകുന്ന ലക്ഷണമാണ് കാണുന്നത്. ഗിരിയേട്ടൻ വന്നു കഴിഞ്ഞാൽ മഞ്ജുവായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാൻ കുറച്ച് സമയം കിട്ടുമെന്നാ ഞാൻ വിചാരിച്ച. പക്ഷെ ഏട്ടൻ ഇങ്ങോട്ട് വന്നതേ ശാന്തി മുഹൂർത്തത്തിന്റെ സമയവും കുറിച്ചുകൊണ്ടാ. നമുക്ക് ആ കാളീശ്വരിയെ വിളിച്ച് സമയം മാറ്റി പറയാൻ ആവശ്യപ്പെട്ടാലോ? കാളീശ്വരി നമ്മൾ പറഞ്ഞാലൊന്നും കേൾക്കാൻ പോകുന്നില്ല. കഴിഞ്ഞ അവിടെ തന്നെ നമ്മൾ ആവശ്യപ്പെട്ടതുപോലെ കാര്യങ്ങൾ ചെയ്യാത്തത് കാശ് കൊടുക്കുന്നത് ഗിരിയേട്ടനാണെന്ന് അവർക്ക് മനസ്സിലായതുകൊണ്ടാവും. അത് മാത്രമല്ല അമ്മേ, അവരെ നമുക്ക് പരിചയപ്പെടുത്തിയത് കുഞ്ഞാറ്റയല്ലേ. ആ കുഞ്ഞാറ്റയാണെങ്കിൽ നമ്മൾ വീട്ടിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു. സ്വന്തം ഭക്തയെ വീട്ടിൽ നിന്ന് പുറത്താക്കിയതിന്റെ ദേഷ്യം കാളീശ്വരി നമ്മളോട് കാണിക്കാനും സാധ്യതയുണ്ട്. പിന്നെ നമ്മൾ എന്തു ചെയ്യാനാ? ഇനി വേറെ വലിയ പ്ലാനുകളൊന്നും ഉണ്ടാക്കാൻ സമയമില്ല. എത്രയും പെട്ടെന്ന് അമ്മ വീണ്ടും മഞ്ജുവായിട്ട് വഴക്കിലാവണം. പഴയതുപോലെ പോര് തുടങ്ങിയ പിന്നെ ഗിരിയേട്ടന് അമ്മയുടെ ഭാഗത്ത് നിൽക്കാതെ പറ്റില്ല എന്ന അവസ്ഥയാവും. ചുമ്മാ അങ്ങനെ വഴക്കിട്ട് തുടങ്ങാൻ പറ്റുമോ? അത് കണ്ട ഗിരിക്ക് സംശയം തോന്നില്ലേ? മഞ്ജു ഇപ്പൊ ഞാൻ പറയുന്നതെല്ലാം അനുസരിച്ച് നല്ലൊരു മരുമകളായിട്ട് കഴിയ. ഞാൻ അവളുമായിട്ട് എന്ത് പറഞ്ഞു വഴക്ക് കൂടും? ഞാൻ എന്തെങ്കിലും ചീത്ത അവളെ പറഞ്ഞാൽ തന്നെ അവള് കേട്ട് നിൽക്കേ ഉള്ളൂ. മഞ്ജുവിനെ എന്ത് പറഞ്ഞാൽ അവള് കേട്ടു നിൽക്കും. പക്ഷെ മഹിമയെ പറഞ്ഞാൽ അങ്ങനെയല്ല. ഒരു പ്രശ്നം ഉണ്ടാക്കാനാ ഉദ്ദേശമെങ്കിൽ മഹിമ എന്തെങ്കിലും പറഞ്ഞാ മതി. അവളുടെ സ്വഭാവം വെച്ച് അവൾ അപ്പ തന്നെ തിരിച്ചെന്തെങ്കിലും പറയും. പ്രശ്നം വലുതാവുമ്പോ അമ്മ മഹിമയ്ക്കിട്ടൊരെണ്ണം കൊടുക്കണം. മഹിമയ്ക്ക് നൊന്താലേ മഞ്ജു വെറുതെ ഇരിക്കില്ല. ഉറപ്പായിട്ട് മഞ്ജു അതിനെ ചോദ്യം ചെയ്യും. മഞ്ജു അമ്മയും തമ്മിൽ അങ്ങനെ വഴക്കായി കഴിഞ്ഞാൽ ഗിരിയേട്ടൻ അമ്മയുടെ ഭാഗത്ത് നിൽക്കേണ്ടി വരും. അതോടെ മഞ്ജുവും ഗിരിയേട്ടനും തമ്മില് പഴയതുപോലെ വഴക്കാവും. അത് ശരിയാ. ആ പിന്നൊരു കാര്യം, മഹിമയുടെ സ്വഭാവം എങ്ങനെയാണെന്ന് അറിയാലോ. അവളെ അടിച്ചു കഴിഞ്ഞാ ഒന്ന് സൂക്ഷിക്കണം. അവളുടെ സ്വഭാവത്തിന് അവള് തിരിച്ചടിച്ചാലും അത്ഭുതപ്പെടേണ്ട കാര്യമൊന്നുമില്ല. പേടിപ്പിക്കാൻ പറഞ്ഞതല്ല, ഒന്ന് സൂക്ഷിച്ചാ മതി. ഗിരേട്ടാ, ഡാഡി. അമ്മ ഒന്ന് നൈസായി തുടങ്ങി തന്നാ മതി. ബാക്കി ഞാൻ ഏറ്റുപിടിച്ചോളാം. ശരി, നീ വാ. ഗിരിയേട്ടൻ വലിയ വർത്തമാനൊന്നും പറയണ്ട. വെറുതെ ഇങ്ങനെ നെഞ്ചു വിരിച്ച് നടന്നിട്ട് നിങ്ങൾ ആരെയും പേടിപ്പിക്കുന്നില്ല. നിർത്തടി. കുറെ നേരമായിട്ട് ഞാൻ സഹിക്കുന്നു. ചെറിയ കുട്ടിയല്ലേ എന്ന് കരുതി മിണ്ടാതിരിക്കുമ്പോ നീ തലേ കയറി അങ്ങ് നിരങ്ങാണല്ലേ? അടിപൊളി. ഇവര് തമ്മിൽ തന്നെ വഴക്ക് തുടങ്ങിയ സ്ഥിതിക്ക് നമ്മുടെ ജോലി എളുപ്പമായി. അതെ, ഗിരിയേട്ടൻ ഒരാണായതുകൊണ്ടും പ്രായത്തിൽ കുറച്ച് മൂത്തതായതുകൊണ്ടും നിങ്ങൾ പറയുന്ന നുണകളെല്ലാം അതുപോലെ വിഴുങ്ങാൻ എന്നെ കിട്ടില്ല. മഹിമേ, നീ എന്തായി പറയുന്നേ? ഗിരേട്ടനോട് ഇങ്ങനെയാണോ സംസാരിക്കുക? സോറി. തിരുമനസിന്റെ മുന്നിൽ ഉരിയാടാനുള്ള സമ്മതം അടിയന് തരണം. നിർത്ത്. വെറുതെ ധിക്കാരം കാണിക്കരുത്. എന്താണ് ഇവളുടെ പ്രശ്നം? എന്റെ കുടുംബത്തെ പറ്റി എന്നെക്കാൾ നന്നായിട്ട് അറിയുന്നത് ഇവൾക്കാണെന്നാ ഇവൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കുട്ടിക്കാലം മുതൽ ഈ കുടുംബത്തിനു വേണ്ടി ചോരയും വിയർപ്പും ഒഴുക്കിയവനാ ഇവൻ. ഇവനേക്കാൾ കൂടുതലായി ഈ കുടുംബത്തെ പറ്റി ആർക്കറിയാനാ? ഗിരിയേട്ടൻ ഈ കുടുംബാംഗങ്ങളെ പറ്റിയുള്ളതെല്ലാം വെറും തെറ്റിദ്ധാരണകൾ മാത്രമാ. മഹിമേ, ചേച്ചി ഒന്നും മിണ്ടാതിരുന്നേ. ഞാൻ പറഞ്ഞതിൽ തന്നെ ഉറച്ചു നിൽക്കുക. ആ എന്നാ നമുക്ക് അമ്മയോട് തന്നെ ചോദിക്കാം. എന്നോടോ? ആ അതെ, അമ്മയുടെ മനസ്സ് എനിക്ക് അറിയില്ലെന്ന ഈ മണ്ടിയുടെ വിചാരം. ഇവള് പറയുന്നതേ അമ്മ മഞ്ജുവിനോട് കാണിക്കുന്ന സ്നേഹം എല്ലാം വെറും കള്ളമാണെന്നാ.
ഞങ്ങളുടെ ആദ്യ രാത്രി കുളവാക്കാൻ അമ്മ മഞ്ജുവിനോട് വീണ്ടും പോരിനിറങ്ങുമെന്നാ ഇവളുടെ വിചാരം. ഈശ്വര, ഇവൾക്ക് എങ്ങനെ ഇതിനെപ്പറ്റി ഇത്ര കറക്റ്റായിട്ട് പ്രവചിക്കാൻ കഴിഞ്ഞത്? മഹിമേ, നീ എന്താ മോളെ ഇങ്ങനെയൊക്കെ പറയുന്നേ? അമ്മ എനിക്ക് വേണ്ടി അമ്പലത്തിന് 101 പ്രദക്ഷിണം വെച്ചത് നീ മറന്നോ? എന്റെ അമ്മയ്ക്ക് മഞ്ജുവിനെ എത്രത്തോളം ഇഷ്ടമാണെന്ന് മഞ്ജുവിനറിയാം. അമ്മായിയമ്മയുടെ അല്ല, അമ്മയുടെ സ്നേഹമാ അമ്മ മഞ്ജുവിനോട് കാണിക്കുന്നത്. അതൊക്കെ വെറുതെയാ. അന്ന് ഭാനുമതി അമ്മയ്ക്ക് ചേച്ചിയോടുള്ള എതിർപ്പ് തുറന്നു കാണിക്കാൻ പറ്റാത്ത എന്തോ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അത് മാറി. അതുകൊണ്ടാ കാളീശ്വരി ശാന്തി മുഹൂർത്തം കുറിച്ച് തന്നു എന്ന് പറഞ്ഞപ്പോ അവരെയൊക്കെ വിശ്വസിക്കണോന്ന് ഭാനുമതി അമ്മ ചോദിച്ചത്. ഇതുവരെ കാളീശ്വരി പറഞ്ഞതെല്ലാം ചെയ്തോണ്ടിരുന്ന ഭാനുമതി അമ്മ ഇപ്പൊ എന്തിനാ അവരെ ചോദ്യം ചെയ്യുന്നേ? ഓ, ഇവള് ഞങ്ങളുടെ നാടകം മൊത്തം പൊളിക്കും. മഹിമേ, ഇത് സംശയ രോഗമാണ്. വെറുതെ ഡയലോഗ് അടിക്കാൻ ആർക്കും പറ്റും ഗിരിയേട്ട. സത്യം പറ, ഭാനുമതി അമ്മ ഇതുവരെ ഗിരിയേട്ടനെ അഭിനയിച്ച് പറ്റിക്കുമായിരുന്നു എന്ന് ഗിരിയേട്ടനും സംശയമില്ലേ? ഒരിക്കലുമില്ല. എന്റെ അമ്മയ്ക്ക് ആരുടെ മുന്നിലും അഭിനയിക്കേണ്ട കാര്യമില്ല. അമ്മ മഞ്ജുവിനെ സ്നേഹിക്കുന്നത് മനസ്സ് തുറന്നു തന്നെയാ. ഭാനുമതി അമ്മയും ചേച്ചിയും തമ്മില് ഇനിയും പോര് നടന്നാലോ? അങ്ങനെ ഒരു പോര് നടന്നാ ഞാനും ഈ വീട് വിട്ട് പുറത്തു പോകും. പിന്നെ ഞാൻ എന്റെ അമ്മയുടെ മുഖത്ത് പോലും നോക്കില്ല. എന്താ പോരെ? എന്താ ഇപ്പൊ നിന്റെ വായ അടഞ്ഞു പോയോ? ഇനിയും മേലാൽ എനിക്ക് എന്റെ അമ്മയെ അറിയില്ലെന്ന് മാത്രം പറഞ്ഞു പോരുത്. ഗിരിയേട്ടാ, അവക്കൊരു അബദ്ധം പറ്റിയതാ. സോറി അമ്മേ. സോറി പറയേണ്ട ആള് മുഖം തീർപ്പിച്ച് നിൽക്കുകയല്ലേ? മഹിമേ, സോറി പറയാ. സോറി. നീങ്ങ വന്നേ പോ. അമ്മ അവള് പറഞ്ഞൊന്നും കാര്യമാക്കണ്ട. എന്റെ അമ്മയ്ക്ക് സ്നേഹിക്കാൻ മാത്രമേ അറിയൂ. സ്നേഹിക്കുന്നത് പോലെ അഭിനയിക്കാൻ അറിയില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഇത് നമ്മൾ പ്രതീക്ഷിക്കാത്തതുപോലെ കാര്യങ്ങൾ തിരിഞ്ഞു പോയല്ലോ. സാരമില്ല, ഇന്നിനി ഒന്നും ചെയ്യണ്ട. നാളെ നമുക്ക് വീണ്ടും മഹിമയായിട്ടൊരു വഴക്കുണ്ടാക്കാൻ നോക്കാം. എന്നിട്ട് അത് പറഞ്ഞ് മഞ്ജുവായിട്ട് പോര് തുടങ്ങാം. എന്നിട്ട് എന്റെ മോൻ ഈ വീട് വിട്ട് പോണോ അല്ലേ? എനിക്ക് ഏറ്റവും വലുത് എന്റെ മോൻ തന്നെയാ. ഇപ്പോഴും അവൻ എന്നെ എന്തുമാത്രം വിശ്വസിക്കുന്നു എന്ന് കണ്ടോ? ആ വിശ്വാസം തകർക്കാൻ എനിക്ക് പറ്റില്ല. അപ്പൊ അമ്മയെ അഭിനയം തുടരാൻ പോവാണോ? അതെ. എപ്പോ വരെ? ആവശ്യമുണ്ടെങ്കിൽ മരിക്കുന്നത് വരെ തുടരും. നിനക്കെന്താ?